പ്ലാൻ ബി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖദീജയെ പറ്റിയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അവർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവർക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരുപാട് പേരുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെയും ഖദീജയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്ത് പറ്റി, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭർത്താവും കുട്ടിയൊക്കെ എന്ത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് പേര് പിന്നെയും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭർത്താവിനും കുട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല, ഭർത്താവ് വേറെ കല്യാണം കഴിച്ചപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കുറേ അറിയാത്ത ആൾക്കാരുണ്ട്. പിന്നെ ചിലരുണ്ടെങ്കിൽ ഇതേ കണക്ക് ബാക്കിയുള്ളവർ ഇതേ കണക്ക് പ്രശ്നങ്ങൾ വന്ന് അത് കുറച്ചും കൂടെ കുത്തി ഇതേ കണക്ക് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരും പിന്നെ ഇതേ കണക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഖദീജയുടെ കാര്യം വല്ലതും അറിഞ്ഞു, അവൾക്ക് എന്ത് പറ്റി, ഇപ്പോൾ അവൾ ആറ് കൂടാ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പിന്നെയും കമൻറ്റ് ഇങ്ങനെ വന്ന് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇനി ചോദിക്കരുത്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേണ കൊണ്ട് ചുമ്മാ പിന്നെയും ഇതേണത്തുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുപ്പിക്കാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്കവർ ഇതേണക്ക് സോഷ്യൽ മീഡിയ കാണാൻ കഴിയും. അവർക്ക് എന്തെങ്കിലും ഇതേണക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെ കുറച്ച് ഇതേണക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തോ അല്ലെങ്കിൽ ഇതേണക്കുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ കുറച്ച് സൗകര്യം അല്ലെങ്കിൽ സുഖം കിട്ടത്തുള്ളൂ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഇതേണക്ക് വന്ന് കമൻറ്റ്സ് ഇടുന്നത്.